നിനക്ക് അമൃതയെ പരിചയമില്ലെങ്കിൽ പിന്നെ എന്തിനാ അവളെ കുറിച്ച് നീ ചോദിക്കുന്നേ? അവളെ തിരഞ്ഞു വന്നതിന്റെ കാര്യമുണ്ട്. അത് അവൾ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വരാൻ പറഞ്ഞു? എന്തിന്? എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് കാണണമെന്ന് പറഞ്ഞതാ. ശിവാനി വന്നത് അമൃതയോട് സംസാരിക്കാൻ വേണ്ടിയാ. ഇവളോടും ആ ദൈവരഹസ്യം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോ ഇവളോട് പറയേണ്ടത് എന്നോട് പറഞ്ഞതായിരിക്കോ? അങ്ങനെയാണെങ്കിൽ അമൃത പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ ശിവാനിയോട് പറയണോ? ശിവാനി, അമൃത എന്നോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിനക്ക് വല്ല പിടിയുണ്ടോ? എനിക്കറിയില്ല. ഈശ്വര, ഇതാകെ കൺഫ്യൂഷൻ ആയല്ലേ. ശിവാനിയോട് ഇക്കാര്യം ഞാൻ പറയണോ വേണ്ടേ? ഇപ്പോ അത് വേണ്ട. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സമയം സന്ദർഭം നോക്കി പറയാം. ശിവാനി, ദയവ് ചെയ്ത് നീ ഇങ്ങനെ വിഷമിക്കില്ലേ. അമൃത കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും സന്തോഷിക്കല്ലേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, ദൈവം നല്ലവർക്ക് ഒരുപാട് ആയുസ് കൊടുക്കില്ല. അമൃതയെ ദൈവം വേഗം തന്നെ വിളിച്ചോണ്ടുപോയി. അമൃത മരിച്ചു വന്നത് ശരിയാ, പക്ഷേ അവൾ ഭൂമിയിലേക്ക് വന്ന കാരണം എന്താണെന്ന് അറിയില്ലല്ലോ. അവളെ ഞാൻ പരിചയപ്പെട്ടത് മുതലാളിയുടെ വീട്ടിൽ വെച്ച. അവളും മുതലാളിയും തമ്മിൽ എങ്ങനെയാ പരിചയം? അവരോട് തന്നെ ചോദിക്കണം. വാ ശിവാനി, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. ശിവാനി, അമൃത ഇപ്പൊ നമ്മളെ വിട്ട് പോയല്ലോ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും വിഷമമുണ്ട്. പക്ഷെ സത്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഇപ്പൊ നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ അമൃതയ്ക്ക് ശാന്തി കിട്ടും തോന്നുന്നുണ്ടോ? ദയവ് ചെയ്ത് കണ്ണൊന്ന് തുടക്കി ശിവാനി. വാ പോ. കൊച്ചമ്മേ, തൃശ്ശൂരിന് എവിടേക്കെങ്കിലും അയച്ചിരുന്നോ? അവനെ രാവിലെ തൊട്ട് കാണാനില്ല. ഞാൻ ഫോണിൽ ഒരുപാട് ട്രൈ ചെയ്തു, ലൈൻ കിട്ടുന്നില്ല. എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. ഇല്ല മധുമതി, ഞാൻ അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലല്ലോ. ഇത്ര നേരം അമൃത എവിടെ പോയെന്നുള്ള ആശങ്കയിലായിരുന്നു. ഇപ്പൊ തൃശ്ശൂരിൽ എവിടേക്ക് പോയെന്ന് അറിയാത്ത ടെൻഷനില്. ഇനി അദ്ദേഹം എവിടേക്കെങ്കിലും അയച്ചിട്ടുണ്ടായോ? നിക്ക്, ഞാൻ ചോദിച്ചിട്ട് വരാം. നീ എവിടെ നിൽക്കുക? എന്താ കാര്യം? നിന്റെ മകൻ ഈ വീട്ടിൽ നിൽക്കുന്നത് ഈ വീട്ടിലെ ജോലിക്കാരനായിട്ടല്ലേ? അവനെ വല്ല ജോലിയും ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് എങ്ങനെ അയച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ അവനെ കാണാനില്ലെന്ന് പറഞ്ഞ് നിലവിളിച്ചോണ്ട് വന്നാല് നിന്റെ മകനോടുള്ള സ്നേഹമൊക്കെ അങ്ങ് വീട്ടില് ഇവിടെ എടുക്കണ്ട. എന്റെ ചങ്ക പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ മുതലാളിയോട് തന്നെ ചോദിച്ചോളാം. മധു, മുതലാളി അങ്ങോട്ട് പറഞ്ഞു വിട്ടില്ല എന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ചോദിച്ചു ബുദ്ധിമുട്ടിക്കുന്നത്? വീട്ടിലുള്ളവരെല്ലാം അവന്റെ വരവിനായി കാത്തിരിക്കുക. അവൻ വന്നാ എല്ലാം കീറി മുറിച്ച് ചോദിക്കും. അവനെങ്ങാനും എന്റെ കൂടെയാണ് വന്നതെന്ന് വിളിച്ചു പറഞ്ഞാൽ എവിടെ പോയാലും ശരി, അവൻ ഇങ്ങോട്ട് തന്നെ വരും. കാത്തിരിക്കാം. മുതലാളി, ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇവൻ ഇങ്ങോട്ട് വന്നല്ലോ. എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുമോ? തൃശൂൽ, തൃശൂൽ, നീ എവിടെ ഇരുന്നു ദൂരെ? എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? പുറത്ത് നീ എന്തെടുത്തോണ്ടിരിക്കുന്നു? അച്ഛാ, അത് തൃശ്ശൂർ നിന്നോടാണ് ചോദിക്കുന്നത്. എവിടേക്ക് പോയത്? നീ എന്തിനാ മുതലാളിയുടെ മുഖത്തേക്ക് നോക്കുന്നേ? ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറ. അച്ഛൻ, മുതലാളിയോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. മുതലാളിയോട് പറയണോ? അതിന് മാത്രം എന്തോ വലിയ കാര്യം പറയാനുള്ളത്? നിനക്ക് എന്നോട് പറഞ്ഞാ പോരെ? പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞല്ലോ, അതെനിക്ക് അവരോട് തന്നെ പറയേണ്ടതാണ്. തൃശൂൽ, മോനെ തൃശൂൽ, മുതലാളി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? അത് ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് അങ്ങോട്ട് മാറിയേക്കാം. എന്താടാ, എന്താ കാര്യം? മുതലാളി, അമൃത എവിടെ പോയെന്നറിയാം? എനിക്കറിയില്ല. മോസ്റ്റ്ലി അവള് നാട്ടിലേക്ക് പോയിട്ടുണ്ടാവും.
അമൃതം നാട്ടിൽ പോയാണ്. സത്യം പറയാം. ഇവൻ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? എന്തെങ്കിലും സത്യങ്ങൾ ഇവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവുമോ? മുതലാളി പറയും മുതലാളി, അമൃത ആരാണെന്നറിയോ? എത്ര തവണ പറയണം? അവൾ എന്റെ സുഹൃത്തിന്റെ മകളാണെന്ന് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞതല്ലേ? പറഞ്ഞതാ. പക്ഷേ സത്യമായിട്ടും കൂട്ടുകാരന്റെ മോള് തന്നെയാണ്. അതെ. എന്താ നീ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? മുതലാളി, ഞാനിനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തന്നേ തീരൂ. ഉത്തരവോ? ഇവനെല്ലാം മനസ്സിലാക്കിയെന്നാ തോന്നുന്നത്. എന്ത് മറുപടി അവനോട് ഞാനിപ്പോ പറയാ? എന്ത് ചെയ്യും? മുതലാളി സത്യം പറ. അമൃതയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലേ? അവൾ ആരാണെന്ന് പോലും നിങ്ങൾക്കറിയില്ലേ? നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്താന്ന് വെച്ചാ മുതലാളി, അവളൊരു മനുഷ്യ സ്ത്രീ അല്ല. അവള് നാഗലോകത്ത് നിന്ന് വന്ന ഇച്ഛാധാരി നാഗമാണ്. അത് നിങ്ങൾക്കറിയില്ലേ? നിനക്കിതെങ്ങനെ മനസ്സിലായി? ആര് പറഞ്ഞതാ ഇത്? ഞാൻ എന്റെ ഈ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടതാ. അവള് നാഗമായി മാറിയപ്പോ എന്നോട് സംസാരിക്കുകയും ചെയ്തു. അവള് നാഗമാണെന്ന് സമ്മതിച്ചു. നിന്നോട് അവള് സംസാരിച്ചോ? എന്താ പറഞ്ഞു? അത്രേ ഉള്ളൂ. എന്നോട് അത്രേ പറഞ്ഞുള്ളൂ. നീ ശരിക്കൊന്ന് ഓർത്തു നോക്ക് തൃശൂൽ. അവൾ എന്താ നിന്നോട് പറഞ്ഞതെന്ന് ശരിക്കൊന്ന് ആലോചിക്കേ. എന്നെ ശിവാനിയും പറ്റിയുള്ളതൊന്നും മുതലാളിയോട് പറയാൻ പറ്റില്ല. മൂന്നാമതൊരാൾ ഇക്കാര്യം അറിഞ്ഞാൽ നടക്കില്ലെന്നും അമൃത പറഞ്ഞിരുന്നു. ഇല്ല, ഞാനത് പറയില്ല. ഓർമ്മ വരുന്നുണ്ടോ തൃശൂൽ? ഇല്ല മുതലാളി, എനിക്കാണെന്ന് ഓർമ്മയില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. എന്തെങ്കിലും ഓർമ്മ വരാതിരിക്കില്ല. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലെന്ന് പറഞ്ഞല്ലോ ഞാൻ. പിന്നെ എന്തിനാ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത്? ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അവള് ഇച്ഛാധാരി നാഗമാണെന്നല്ലേ പറഞ്ഞത്. അവളെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല മുതലാളി. അല്ല, നീ അവിടേക്ക് എങ്ങനെയാ പോയത്? നിന്നെ ആരാ കൊണ്ടുപോയത്? അതെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ കുറെ ഓർത്തെടുക്കാൻ ശ്രമിച്ചതാ, പക്ഷെ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക്, എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോന്ന്. ഇല്ല, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അമ്മേ, ഇവനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളൊന്നും എന്തായാലും ഇവന് ഓർമ്മയില്ല. ഇവനറിയാവുന്നത് അമൃതയെക്കുറിച്ച് മാത്രമാ. അപ്പോ ഗുരുക്കളെല്ലാം ഇവനിൽ നിന്നും വായിച്ചു കളഞ്ഞു. തൃശൂൽ, എന്തായാലും നീ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് നന്നായി. വീട്ടിലുള്ളവരോട് പറയാൻ നിൽക്കണ്ട, അവരെ പേടിക്കും. ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ. ശരി മുതലാളി, ഞാൻ പൊക്കോട്ടെ. അമൃത ഇവനോടൊന്നും പറയാതെ മരിച്ചത് എന്തായാലും നന്നായി. പക്ഷേ അമൃത പറഞ്ഞത് തൃശ്ശൂല് വഴിയാണ് ആദിശേഷനെ കാണാൻ പോകുന്നതെന്നാണ്. എന്നിട്ട് അവൾ ഇവനോടൊന്നും പറഞ്ഞില്ല. പിന്നെ ഇവനെങ്ങനെ ആദിശേഷനെ കാണിക്കാനാ? ആദിശേഷൻ ആരാണെന്നറിയണമെങ്കിൽ ഞാൻ ഇവന്റെ ഓരോ ചൂടും നിരീക്ഷിക്കേണ്ടി വരും. ആരായിരിക്കും ആ ആദിശേഷൻ? ഓം ഹ്രീം റാം ഹട്ട് സ്വാഹ. രാഹു, ഹേതു, ഗുരു, ശുക്രൻ എല്ലാം യഥാസ്ഥാനത്ത് തന്നെ ഉണ്ട്. മറ്റേതോ ഒരു കാരണമാണ് വ്യക്തമാകേണ്ടത്. ഇതിലെന്തോ ഒരു നിഗൂഢതയുണ്ട്. ഓ, ശിവാനിയുടെ ജന്മരാശിക്കുമേൽ എന്തോ ഒന്ന് വലയപ്പെട്ടിരിക്കുന്നു. എന്താണത്? ആ, എന്തോ ഒരു മായാജാലം. എന്താണത്? ആ മായാജാലകം കാരണം അവൾക്ക് ആദിശേഷൻ ആരാണെന്നറിയുന്നതിന് തടസ്സം നിൽക്കുന്നു. ഇതെത്ര ദിവസം ഇങ്ങനെ ഉണ്ടാകുമെന്നറിയില്ല. ഇതിനൊരു മാറ്റം സംഭവിച്ച ശേഷമേ ശിവാനിക്ക് തൃശൂലാണ് ആദിശേഷൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇല്ല, അവൾ ഈ സത്യം മനസ്സിലാക്കാൻ പാടില്ല. ശിവാനി തൃശൂലാണ് തന്റെ ആദിശേഷൻ എന്നറിഞ്ഞാൽ തൃശൂലിനും ശിവാനിയെ സ്വന്തമാക്കാൻ സാധിക്കും. നാഗമാണിക്യവും തിരിച്ചു കിട്ടും. എന്റെ പരമ്പരയുടെ ഭാവി നാശമായി പോവും. ഞാനായിട്ട് അതിനൊരവസരം ഉണ്ടാക്കരുത്. ആദിശേഷന്റെ പുനർജന്മ രഹസ്യം
തൃശൂലും അറിയാൻ പാടില്ല, ശിവാനിയും അറിയാൻ പാടില്ല. തൃശൂലിനെ നേരിടാൻ എന്നെ കൊണ്ടാവില്ലെന്നുള്ളത് ഉറപ്പാ. തൃശൂലിനോട് പോരാടാൻ വേണ്ടി എന്റെ കൊച്ചുമകൻ ത്രിവിക്രമനെ തയ്യാറാക്കി നിർത്തണം. അവനെ കൊണ്ട് മാത്രമേ ആദിശേഷനെ സംഹരിക്കാൻ സാധിക്കൂ. ശിവാനി, ഇവിടെ ഇവിടെ. കാർ തന്റെ അടുത്തോണ്ട് നിർത്തിയിട്ടും എന്താ താൻ എന്നെ കണ്ടില്ലേ? എന്തു പറ്റി? സോറി, നീ വന്നത് ഞാൻ കണ്ടില്ല ത്രിവിക്രം. കണ്ടില്ലെന്നോ അതോ കണ്ടിട്ടും കാണാതെ പോലെ പോയതാണോ? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ത്രിവിക്രം? നിന്നെ കണ്ടിരുന്നെങ്കിൽ ഞാൻ മിണ്ടാതെ പോവായിരുന്നോ? ആർക്കറിയാം. 3 ദിവസമായിട്ടൊരു കോളും ഇല്ല, മെസ്സേജും ഇല്ല. എന്നാ തന്നെ അങ്ങോട്ട് വിളിച്ചാൽ താൻ ഫോൺ എടുക്കൂല്ല. അത് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. എന്താ അത്ര ബിസി? പിന്നൊരു ദിവസം പറയാം. അത്ര വലിയ കാര്യമാണോ? അതുകൊണ്ടല്ല, ഇപ്പൊ പറഞ്ഞ അത് നിനക്ക് മനസ്സിലാവില്ല. ശരി, ഇറ്റ്സ് ഓക്കെ. തനിക്ക് തോന്നുമ്പോ പറഞ്ഞാ മതി. അല്ല, താൻ ഇതുവഴി നടന്നു പോകുന്ന കാർ എവിടെ? വീട്ടിലാ ഉള്ളത്. തനിക്ക് എന്നെ ഒന്നും വിളിക്കായിരുന്നില്ലേ? ഞാൻ വന്ന് തന്നെ പിക്കുമായിരുന്നല്ലോ. കുഴപ്പമില്ല, തൃശ്ശൂർ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാ പോയത്. തൃശ്ശൂലോ? ആ, അവൻ തന്നെ. വീട്ടിൽ കൊണ്ടുപോയി വിടാന്നാണ് അവൻ പറഞ്ഞത്. ഞാനാ പറഞ്ഞത് വേണ്ട, ഞാൻ നടന്നു തന്നെ പോയിക്കോളാന്ന്. അവനെവിടെ കണ്ടേ? അത് അവിടെ. അവിടെ എന്ന് പറഞ്ഞ? അങ്ങനെ പറഞ്ഞ ഇവിടെ റോഡിൽ വെച്ച്. ശിവാനി, താൻ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. എന്താണെങ്കിലും താൻ പറ. ഇല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല ത്രിവിക്രം. ഞാൻ നിന്നോട് ചിലത് മറയ്ക്കുന്നുണ്ടെന്നുള്ളത് സത്യ. പക്ഷെ ആ കാര്യം നിന്നോട് പറഞ്ഞിട്ട് ഇപ്പൊ കാര്യമില്ല. നാഗലോകത്തിന്റെ ഓർമ്മകൾ നിനക്ക് വരുന്നത് വരെ ഇതൊന്നും നീ അറിയാനും പാടില്ല. ശിവാനി, ഐ തിങ്ക് തന്റെ മൂഡ് ശരിയില്ലാന്ന് തോന്നുന്നു. വാ, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. തന്റെ മൂഡ് നോക്കിയാവട്ടെ. വേണ്ട ത്രിവിക്രം, എനിക്ക് കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കണം. ഏയ് സുന്ദരി, എന്താ ഇതൊക്കെ? എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നടക്കുന്നു. ഇതെല്ലാം സ്വപ്നോ യാഥാർത്ഥ്യമോ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പാമ്പെന്ന് കേട്ടാലേ പാഞ്ഞിരുന്ന ഈ ജീവിതത്തില് ഒരു ഇച്ഛാധാരി നാഗം വന്ന് നീയും ശിവാനിയും ഒന്നാവണമെന്ന് പറയുന്നു. ഇതൊക്കെ എനിക്കാണെങ്കിൽ വിശ്വസിക്കാനും പറ്റുന്നില്ല. സുന്ദരി, എന്റെയും നിന്റെ മാസ്റ്റർ സുന്ദരിയുടെയും ജന്മജന്മാന്തര ബന്ധമാണെന്ന്. ഞാൻ ഒരിക്കലും ആ കൈ വിടാൻ പാടില്ലെന്ന്, ഞാനും അവളും ഒന്നായി തീരണമെന്ന്. അമൃത ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എന്തുമാത്രം സന്തോഷം വന്നെന്നറിയാം. സുന്ദരി, അമൃത പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണോ? സത്യമാണെന്ന് എനിക്ക് ഉറപ്പാ. വിവാഹം എന്തായാലും സ്വർഗത്തിൽ വെച്ചാണ് നടക്കാറെന്ന് എന്റെ അമ്മ പറയാറുള്ളത്. എന്റെ ശിവാനിയുടെ സ്നേഹം സ്വർഗത്തിൽ വെച്ച് തുടങ്ങിയതായിരിക്കും എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ ഞാനും ശിവാനിയും ഒന്നാവുന്നുള്ള തോന്നല് എനിക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് നോക്കി, അതേതോ ഒരു സ്ഥലത്ത് പോയപ്പോ ഞാനും ശിവാനിയും ഡാൻസ് ചെയ്യുന്നത് പോലെ ഞാൻ കണ്ടു. പിന്നൊരു ദുസ്വപ്നം കണ്ട് അന്ന് അവരുടെ എൻഗേജ്മെന്റ് ഞാൻ തന്നെ മുടക്കേണ്ട അവസ്ഥയും വന്നായിരുന്നു. ഇപ്പോഴോ അമൃതയുടെ വായെന്നും ഞാനും ശിവാനിയും ഒന്നാവുന്നുള്ള വാക്കുകൾ കേട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനും ശിവാനിയും മെയ്ഡ് ഫോർ ഈച്ച് ഒരു ജോഡിയാണെന്ന് ഉറപ്പാ. ശരിയല്ലേ? അതെ സുന്ദരി, ഞാനും നിന്റെ മാസ്റ്റർ സുന്ദരിയും ഒന്നായാലേ ആരൊക്കെ സന്തോഷിക്കുന്ന എനിക്കറിയില്ല. പക്ഷെ നീ എന്തായാലും സന്തോഷിക്കുന്ന കാര്യം എനിക്ക് ഉറപ്പാ. ഒന്നെന്തായാലും സത്യം, നിന്റെ മാസ്റ്റർ സുന്ദരി എന്നോട് ചൂടായിക്കോട്ടെ, അടിച്ചോട്ടെ, ഓടിച്ചോട്ടെ, എന്തൊക്കെ ചെയ്താലും ശരി,
ആ മനസ്സൊന്ന് മാറിയിട്ട് എന്നോട് സ്നേഹം തോന്നുന്ന ഉറപ്പല്ലേ? നീ നോക്കിക്കോ. എന്തായാലും എനിക്ക് ഈ നാഗകർണിക പുഷ്പം നിന്റെ മാസ്റ്റർക്ക് കൊടുക്കേണ്ട സമയമായി ഉറപ്പാണ്. നാളെ തന്നെ ഈ പൂവ് ഞാൻ അവൾക്ക് കൊണ്ട് കൊടുക്കും. ഈ പൂവ് ഞാൻ അവൾക്ക് കൊടുക്കുമ്പോ ആ മനസ്സെന്തായാലും മാറും. ഭയങ്കര സന്തോഷാവുന്നേ. ശിവാനി വന്ന് വളരെ വിയേർഡായിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ ഫോൺ ചെയ്തപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അന്ന് കാറ് കേടായി ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഇന്ന് അവളെ ഞാൻ കാണുന്നത്. എന്നെ കാണുമ്പോൾ സന്തോഷമാവുമെന്ന് ഞാൻ കരുതിയേ. പക്ഷെ അവളുടെ മുഖത്ത് ഒരു സന്തോഷം ഞാൻ കണ്ടില്ല. എന്തായിരിക്കും? സംതിങ് ഈസ് റോങ്. ത്രിവിക്രമൻ വരുന്നുണ്ടല്ലോ. അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. തൃശൂലിനെതിരെ പോരാടാനായി ഇവനെ ഞാൻ തയ്യാറാക്കി നിർത്തണം. ഇതെന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാറ്റ്? വല്ലാത്ത അത്ഭുതമായിരിക്കുന്നല്ലോ. മായയാണ്, എല്ലാം മായയാണ്. ഏയ്, നിങ്ങളാരാ? ശാസ്ത്രം പറയുന്നവളാ. നിന്റെ ഭാവി പ്രവചിക്കും. ഞാൻ ആരാന്ന് പോലും നിങ്ങൾക്കറിയില്ല. എന്നിട്ടാണ് എന്റെ ഭാവി പറയുന്നത്. ചുമ്മാ തലവേദന ആക്കാതെ പോവാൻ നോക്ക. നിനക്ക് ഞാൻ ആരാണെന്നുള്ള കാര്യം അറിയില്ലായിരിക്കാം. പക്ഷേ എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം. ശാസ്ത്രം പറയാം, നിന്റെ ഭാവി പ്രവചിക്കാം. അതെ, എനിക്ക് ഇവ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. നിങ്ങൾക്ക് എന്താ പൈസ അല്ലേ വേണ്ടേ? അത് ഞാൻ തരാം. പണം. ഈ പണം കൊണ്ട് നിന്റെ ഭാവി സംരക്ഷിക്കാൻ സാധിക്കില്ല. നോക്ക്, നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. ഭാവി പ്രവചിക്കാം, നിന്റെ ജാതകം വായിക്കാം, എല്ലാം നിന്നോട് തുറന്നു പറയാം. തെറ്റാണെങ്കിലും പറയാം. നോക്ക്, ഇപ്പോൾ നീ ഒരു രാജകുമാരിയെ സ്നേഹിക്കുന്നില്ലേ? അവളെന്ന് വെച്ചാ നിനക്ക് പ്രാണനാ. ആ രാജകുമാരി പരലോകത്തു നിന്നുമാണ്. സ്വപ്നസാഗരം താണ്ടി വന്നവളാണവൾ. അവളുടെ നാമം ഷാ എന്ന അക്ഷരത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ശിവാനി. നിന്റെ നാമം വിക്രമൻ, ത്രിവിക്രമൻ. ത്രിവിക്രമൻ എന്നാൽ 3 ലോകത്തിന്റെ അധിപൻ എന്നാണ് അർത്ഥം. നിനക്ക് 3 ലോകത്തിന്റെയും അധിപനാകണമെന്നുണ്ടെങ്കിൽ ശിവാനിയെ നിനക്ക് കിട്ടിയിരിക്കണം. ശിവാനിയെ നിനക്ക് ലഭിക്കണമെങ്കിൽ നീ എന്റെ വാക്കുകൾ കേൾക്കണം. വെറുതെ ഓരോന്ന് പറഞ്ഞ സമയം കളയല്ലേ. നിങ്ങൾ വഴിന്ന് മാറി. കണ്ടില്ലാന്ന് നടിക്കണ്ട. എന്നെ ഇവിടുന്ന് ഓടിച്ച് സത്യത്തിന്റെ വാതിൽ അടയ്ക്കണ്ട. ഏയ്, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ മുമ്പിൽ നിന്ന് മാറിയേക്ക്. ഓർത്തോ, ആ രാജകുമാരി എന്നാൽ നിനക്ക് ജീവന്റെ ജീവനാ. പക്ഷേ ആ രാജകുമാരിയെ നിനക്ക് കിട്ടില്ല. എന്താ നിങ്ങൾ പറഞ്ഞ? ഇത് കേൾക്ക്. ആ രാജകുമാരിയെ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. എനിക്ക് ശിവാനിയെ നഷ്ടപ്പെടുമെന്ന് വായി തോന്നിയ പോലെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. നോക്ക്, സത്യത്തെ മറയ്ക്കാൻ ശ്രമിക്കണ്ട. ഈ ഞാൻ പറയുന്നതെല്ലാം സത്യം തന്നെയാ. ശിവാനി നിന്നെ വിട്ട് അകലാൻ പോവുകയാ. ഇത് കുറെ നേരം ഞാൻ കേട്ടോണ്ടിരിക്കുക. ശിവാനിയെ പറ്റി മാത്രം സംസാരിക്കുന്നത് എന്താ? അവൾ ആരാ നിങ്ങൾക്ക് ശരിക്കും അറിയോ? അവൾ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അറിയാം. പക്ഷെ ആ സ്നേഹം കുറച്ചു കാലത്തേക്ക് മാത്രമാ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിനക്ക് ഇന്ന് തന്നെ അതൊക്കെ മനസ്സിലാവും. ഞാൻ കാണുന്നത് നിന്റെ ഭാവിയാ. ഞാൻ കാണുന്നത് നിന്റെ ഭാവിയാ.
ശിവാനിയെ നിനക്ക് നഷ്ടപ്പെടുമെന്നുറപ്പാ. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയും വേണം. ഞാൻ എന്താ പൊട്ടനാ നിങ്ങൾ വിചാരിച്ചോ? നിങ്ങൾ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. പൊയ്ക്കോ പൊയ്ക്കോ. ഇന്നല്ലെങ്കിൽ നാളെ സത്യം എന്താണെന്ന് നീ തന്നെ മനസ്സിലാക്കും.